മാങ്ങ ഉണ്ടാകുന്ന കാലമായി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലോട്ട് ആദ്യം ഓർമ്മ വരുന്നത് നമ്മൾ ഉപ്പും മുളകൊക്കെ കൂട്ടി നമ്മളെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ള ആ ഒരു പിക്കിളുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു പിക്കിളാണ് നമ്മുടെ ഈ കൊത്തുമാങ്ങ പിക്കിൾ. അതിനായിട്ട് നമുക്ക് ഈ മാങ്ങ ഇതുപോലെ നുറുക്കിയെടുക്കണം, കൊത്തി അരിഞ്ഞ് മാറ്റി ഒരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി ആവശ്യമുണ്ട്. പച്ചമുളക് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി നമുക്ക് അതിനെ ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് അതും ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില മുറിച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് മുളക് പൊടി ആവശ്യമുണ്ട്, എരിവുള്ളതാണ് കേട്ടോ നല്ലത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വിനാഗിരി കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ ഈ കൊത്തുമാങ്ങ അച്ചാർ റെഡിയായി. നമുക്കിത് സദ്യയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെയുള്ള സൂപ്പർ ടേസ്റ്റി റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ.